ഇപ്പോൾ കെ സുരേന്ദ്രൻ BJP മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ സുരേഷ് ഗോപിയുടെ ക്യാമ്പ് ഓഫീസിലേക്ക് എത്തുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. BJP മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ഇപ്പോൾ BJP പ്രവർത്തകർക്കൊപ്പം സുരേഷ് ഗോപിയുടെ ക്യാമ്പ് ഓഫീസിലേക്ക് എത്തുന്നതിൻ്റെ ദൃശ്യങ്ങൾ കൂടിയാണ് പ്രേക്ഷകർ കാണുന്നത്. ഇന്ന് വലിയ രീതിയിലുള്ളൊരു പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചിട്ടുണ്ട് BJP. അത് കമ്മീഷണർ ഓഫീസിലേക്കാണ് മാർച്ച് സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇപ്പോൾ അർജുൻ മട്ടന്നൂരുണ്ട് അവിടെ. അർജുൻ മട്ടന്നൂർ, ക്യാമ്പ് ഓഫീസിനുള്ളിൽ സുരേഷ് ഗോപി ചർച്ചകൾ തുടരുകയാണ്. ഇപ്പോൾ BJP മുൻ അധ്യക്ഷൻ കെ സുരേന്ദ്രൻ കൂടി അവിടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. അർജുൻ മട്ടന്നൂർ, ഇനി എന്താണ് പരിപാടി? ഡോക്ടർ അരുൺകുമാർ, ഇപ്പോൾ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ക്യാമ്പ് ഓഫീസിലേക്ക് മുൻ BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ കൂടി എത്തിയിട്ടുണ്ട്. അദ്ദേഹം തൃശ്ശൂരിൽ നടക്കുന്ന കമ്മീഷൻ ഓഫീസ് മാർച്ചിലടക്കം പങ്കെടുക്കാൻ വേണ്ടിയാണ് ജില്ലയിലേക്ക് എത്തിയത്. അദ്ദേഹവും കെ സുരേന്ദ്രനും അതോടൊപ്പം തന്നെ ശോഭാ സുരേന്ദ്രനും തൃശ്ശൂർ കമ്മീഷൻ ഓഫീസ് മാർച്ചിൽ പങ്കെടുക്കും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് എത്തിയ കെ സുരേന്ദ്രൻ ഇപ്പോൾ സുരേഷ് ഗോപിയെ കാണാനും അദ്ദേഹവുമായി സംസാരിക്കാനും വേണ്ടി അദ്ദേഹത്തിൻ്റെ ക്യാമ്പ് ഓഫീസിലേക്ക് എത്തിയിരിക്കുകയാണ്. നിലവിൽ തുടർന്നുള്ള പരിപാടികളെക്കുറിച്ച് ഔദ്യോഗികമായി പ്രഖ്യാപനങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. എന്തായാലും അറിയാൻ കഴിയുന്നത് സുരേഷ് ഗോപി ഈ ക്യാമ്പ് ഓഫീസിൽ നേതാക്കളുമായും മറ്റും സംസാരിച്ച ശേഷം അല്പസമയത്തിനകം തന്നെ അദ്ദേഹം കോതമംഗലത്തേക്ക് പോകുമെന്നുള്ളതാണ്. അവിടെ കഴിഞ്ഞ ദിവസം ആത്മഹത്യ ചെയ്ത സോനയുടെ വീട് സന്ദർശിക്കുമെന്ന അറിയിപ്പാണ് കിട്ടിയിരിക്കുന്നത്. അതേസമയം ഈ കോതമംഗലത്തേക്ക് പോകുന്ന വഴിയിൽ അങ്കമാലിയിൽ ഛത്തീസ്ഗഡിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട കന്യാസ്ത്രീയുടെ വീട് അദ്ദേഹം സന്ദർശിക്കുമോ എന്ന കാര്യം വ്യക്തമല്ല. അത്തരമൊരു പരിപാടി ഇതുവരെ പ്രഖ്യാപിച്ചിട്ടുമില്ല. എന്തായാലും കോതമംഗലത്തേക്ക് അദ്ദേഹം പോകും എന്ന് അറിയിക്കുന്നുണ്ട്. ഇപ്പോൾ കെ സുരേന്ദ്രൻ അടക്കമുള്ള നേതാക്കൾ, മറ്റ് ജില്ലയിലെ മറ്റ് പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ തന്നെ സുരേഷ് ഗോപിയുമായി അകത്ത് സംസാരിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങും എന്നാണ് മനസ്സിലാക്കുന്നത്. അദ്ദേഹം ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങാൻ ഒരുങ്ങുകയാണ്. ഇപ്പോൾ BJP മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ അടക്കമുള്ളവർ ഇപ്പോൾ സുരേഷ് ഗോപിയുടെ ക്യാമ്പ് ഓഫീസിലെത്തിയിട്ടുണ്ട്. ഇനി അല്പസമയത്തിനുള്ളിൽ സുരേഷ് ഗോപി ക്യാമ്പ് ഓഫീസിൽ നിന്ന് പുറത്തേക്ക് വരും. കോതമംഗലത്തേക്ക് പോകാനാണ് സാധ്യതയെന്നറിയുന്നു. അവിടെ വെച്ച മാധ്യമങ്ങളോട് സംസാരിക്കുമോ എന്നതാണ് ഇനി അറിയേണ്ടത്. ഇതുവരെയും കന്യാസ്ത്രീകളുമായി ബന്ധപ്പെട്ട വിഷയത്തിലോ ന്യൂനപക്ഷ വേട്ടയുമായി ബന്ധപ്പെട്ട വിഷയത്തിലോ വ്യാജ വോട്ട് ചേർത്ത വിഷയത്തിലോ സുരേഷ് ഗോപി കമാന്നൊരക്ഷരം മിണ്ടിയിട്ടില്ല. ലവ് ജിഹാദ് വിഷയത്തിലാണോ സുരേഷ് ഗോപി പ്രതികരിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനൊരു വിഷയമില്ല എന്നതാണ് ഇതുവരെയും പോലീസിൻ്റെയും കോടതിയുടെയും ഒക്കെ നിലപാട്. ഈ സാഹചര്യത്തിൽ വീണ്ടും ആ വിഷയം ഉയർത്തിക്കൊണ്ടുവരാനൊരു ശ്രമം നടക്കുന്നുണ്ട്. അതിനെ രാഷ്ട്രീയവൽക്കരിക്കാനുള്ളൊരു ശ്രമം നടക്കുന്നുണ്ട്. ഇതിപ്പോൾ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി കോതമംഗലത്ത് സോനയുടെ വീട്ടിലേക്ക് പോകുമെന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞത്. ഇനി എങ്ങനെയാണ് പ്രതിഷേധ പരിപാടികൾ എന്നുള്ളത് അല്പസമയത്തിനകം അറിയാൻ സാധിക്കും. പ്രതിഷേധ പരിപാടികൾക്ക് തയ്യാറെടുക്കുകയാണ് BJP. ക്യാമ്പ് ഓഫീസിൽ നിന്ന് സുരേഷ് ഗോപി നേരെ കോതമംഗലത്തേക്കായിരിക്കും പോവുക. നേരത്തെ സുരേഷ് ഗോപി മാർച്ചിൽ ഉണ്ടാകുമെന്ന് ഒരു സൂചനയുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ലഭിക്കുന്ന വിവരമനുസരിച്ച് ജെയ്സൺ ചാമവളപ്പിൽ സുരേഷ് ഗോപി, അർജുൻ മട്ടന്നൂർ, സുരേഷ് ഗോപി ഈ പ്രതിഷേധ മാർച്ചിലില്ല അല്ലേ? അതായത് കമ്മീഷണർ ഓഫീസിലേക്കുള്ള മാർച്ചിൽ സുരേഷ് ഗോപി പങ്കെടുക്കുമോ ഇല്ലയോ? ഡോക്ടർ അരുൺകുമാർ, ഇപ്പോൾ അറിയുന്നത് പ്രകാരം സുരേഷ് ഗോപി ഈ പ്രതിഷേധ മാർച്ചിൽ പങ്കെടുക്കില്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. അദ്ദേഹം ഇവിടെ ആശുപത്രിയിൽ പ്രവർത്തകരെയും നേതാക്കളെയും പരിക്കേറ്റ നേതാക്കളെയും മറ്റും സന്ദർശിച്ചു. അതിനുശേഷം അദ്ദേഹം ക്യാമ്പ് ഓഫീസിലേക്ക് എത്തി. ഇന്നലെ കരിയോല ഒഴിച്ച് അതേ ക്യാമ്പ് ഓഫീസിലേക്ക് അദ്ദേഹം എത്തി. അതിനുശേഷം ഇവിടെ നിന്ന് നേരിട്ട് കോതമംഗലത്തേക്കാണ് അദ്ദേഹം പോകുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങി. BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനോടൊപ്പം ഇപ്പോൾ വീണ്ടും സുരേഷ് ഗോപി ക്യാമ്പ് ഓഫീസിൽ നിന്ന് പുറത്തേക്ക്. സുരേഷ് ഗോപി മിണ്ടുന്നില്ല. സുരേഷ് ഗോപി വീണ്ടും മിണ്ടുന്നില്ല. ഒരു പ്രതികരണവുമില്ല. വോട്ടർ പട്ടികയിലെ ക്രമക്കേട് വിഷയത്തിൽ പ്രതികരിക്കും. സുരേഷ് ഗോപി മിണ്ടുന്നില്ല. താങ്കളുടെ സഹോദരൻ ഉൾപ്പെടെ വ്യാജ വോട്ട് ചേർത്തു എന്ന ആരോപണത്തിൽ പ്രതികരിക്കുന്നുണ്ടോ? ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നില്ല. സുരേഷ് ഗോപി മിണ്ടുന്നില്ല. സുരേഷ് ഗോപി പ്രതികരിക്കുന്നു. സുരേഷ് ഗോപി പ്രതികരിക്കാൻ സാധ്യതയുണ്ടോ? അർജുൻ മട്ടന്നൂർ, സുരേഷ് ഗോപി പ്രതികരിക്കുന്നില്ല. സുരേഷ് ഗോപി, അർജുൻ മട്ടന്നൂർ, സുരേഷ് ഗോപി പ്രതികരിക്കാൻ പോകുന്നു. അർജുൻ മട്ടന്നൂർ, സുരേഷ് ഗോപി പ്രതികരിക്കുന്നില്ല.
അർജുൻ മട്ടന്നൂർ, സുരേഷ് ഗോപി വീണ്ടും പ്രതികരിച്ചില്ല. ചില്ലിട്ട് പൂട്ടി. നോ കമന്റ്സ്. സുരേഷ് ഗോപി മിണ്ടുന്നില്ല. ഡോക്ടർ കുമാർ, ഒരക്ഷരം പോലും മിണ്ടുന്നില്ല കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി.